ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വചനത്തെ എബ്രായ ലേഖനകർത്താവ് എടുത്തെഴുതുകയാണ്. മനുഷ്യ മനസ്സുകളിൽ കൊതിക്കുന്ന രണ്ട് കാര്യമാണ്: ഒന്ന്, അനുഗ്രഹിക്കപ്പെടണം; രണ്ട്, വർദ്ധിക്കപ്പെടണം. പ്രാർത്ഥിക്കുന്ന എല്ലാവരും തങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന രണ്ട് പദങ്ങളാണ്: എനിക്കൊന്ന് അനുഗ്രഹിക്കപ്പെടണം, എനിക്കൊന്ന് വർദ്ധിക്കപ്പെടണം. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഒന്ന് അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. 70, 80, 90 വർഷം കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഈ മനുഷ്യ ജീവിതം ശപിക്കപ്പെട്ടവനായി, തകർക്കപ്പെട്ടവനായി, പരാജയപ്പെട്ടവനായി, ലജ്ജിക്കപ്പെട്ടവനായി ജീവിക്കുന്നതിനേക്കാൾ എത്രയോ അതിമഹത്തായ അനുഭവമാണ് അനുഗ്രഹിക്കപ്പെട്ടവനായി ജീവിക്കുക. ഈ ബൈബിൾ പഠിക്കുമ്പോൾ ദൈവം ചിലരെ കനിഞ്ഞ് അനുഗ്രഹിച്ച ചരിത്രമുണ്ട്. അതിലൊരാളാണ് അബ്രഹാം. ദൈവം കനിഞ്ഞവനെ അനുഗ്രഹിച്ചു. എന്നാൽ വേദപുസ്തകത്തിൽ പ്രാർത്ഥനയിൽ അനുഗ്രഹം പ്രാപിച്ചെടുത്ത മനുഷ്യരുമുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനാണ് യാക്കോബ്. അവൻ പ്രാർത്ഥനയിൽ കരഞ്ഞപേക്ഷിക്കാൻ തുടങ്ങി. അവൻ ദൈവത്തോട് പറയാം, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. കണ്ടോ, അത് ദൈവം കനിഞ്ഞു കൊടുത്തുള്ള അനുഗ്രഹമല്ല, പ്രാർത്ഥനയിൽ കരഞ്ഞ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹം. രണ്ട് സന്ദേശങ്ങൾ ഈ വചനത്തിന്റെ വെളിപ്പാട് നിന്നോട് പറയാനുണ്ട്. ഈ ദിവസങ്ങളിൽ നിന്നെ കനിഞ്ഞ് ദൈവം അനുഗ്രഹിക്കുന്ന ദിവസങ്ങളാണ്. അതാരോടൊക്കെയുള്ള ദൈവശബ്ദമാണ്. നിന്റെ കുടുംബത്തിൽ മറ്റാർക്കുമില്ലാത്ത ചില അനുഗ്രഹം നിനക്ക് മാത്രം ദൈവം തരാൻ പോകും. രണ്ട്, നീ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. നീ ഒരു പ്രാർത്ഥിക്കുന്നയാളാണ്. ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനാ മുറി ഒരു കണ്ണുനീരിന്റെ പ്രാർത്ഥനയുടെ മുറിയാക്കി മാറ്റണം. യാക്കോബ് യാബോക്കടവിന്റെ തീരത്ത് കരഞ്ഞു മല്ലുപിടിച്ചെന്ന ഹോശയ്യ പ്രവാചകൻ തന്റെ പ്രവചന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു. കരഞ്ഞു പ്രാർത്ഥനയുടെ റിസൾട്ട് എന്തുവാണ്? ലോകത്തിൽ ഇന്ന് ആർക്കും മായ്ക്കാൻ പറ്റാത്ത ഒരു അനുഗ്രഹം യാക്കോബിന്റെ മേൽ വീണു. അവന്റെ പേര് മാറി. രണ്ടിലൊന്ന് നിന്നോടുള്ള സന്ദേശം. ഒന്നുകിൽ ദൈവം കനിഞ്ഞ് നിന്നെ ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കും, അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് നീ കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്യണം. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നിന്റെ ലൈഫിനകത്ത് ഒരു അനുഗ്രഹവും ഒരു വർധനവും ഉടനെ ഉണ്ട്. സാഹചര്യങ്ങളെ കണ്ടിട്ടുണ്ടോ? കാർമേഘത്തെ കാറ്റ് ഉന്തി മാറ്റുന്നത് പോലെ സാഹചര്യങ്ങളെ ദൈവം നിന്റെ മുമ്പിൽ നിന്ന് തള്ളി മാറ്റാൻ പോവാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണേ, ഞങ്ങളെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവം നിന്നെ കനിഞ്ഞ് അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു.